ആദ്യ ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കൃത്യമല്ല. കാരണം പഴയ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു ബാലഗോപാൽ. അതിന്റെ റിവൈസ്ഡ് വെർഷനാണ്. കാരണം നിയമസഭയിൽ അങ്ങനെയാണ് ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അതിന്റെ റിവൈസ്ഡ് വെർഷനാണ്. ഒരു മാസം കഷ്ടിയാവുന്നുള്ളൂ സർക്കാർ അധികാരമേറ്റിട്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു ബജറ്റ് എന്ന് ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇതിനെ കുറച്ചും കൂടി നല്ലത് ഒരു വിഷൻ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നതാണ്. കാരണം ബജറ്റിൽ കണക്കുകൾ മാത്രമാണ് പറയുക. പക്ഷേ ഈ ബജറ്റിലെ കണക്കുകൾക്കപ്പുറത്തുള്ള വളരെ വിശാലമായ ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാർഗരേഖകൾ ഈ ബജറ്റിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് രണ്ടാമത്തെ ചർച്ച ചെയ്യാം. ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം, ഒന്ന്, ഇത് വലിയ തോതിലുള്ള പ്രതീക്ഷകൾ, ഇപ്പോൾ വാനോളം ഉയർന്നു വന്ന പ്രതീക്ഷകൾക്കെല്ലാം സഫലീകരിക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ല എന്നത് സത്യം തന്നെയാണ്. ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാരുടെ DA കൊടുത്തിട്ടില്ല. DA കുടിശ്ശിക മുഴുവൻ 2021 മുതൽ കഴിഞ്ഞ 6 വർഷത്തോളമായി ഉള്ള DA പഴയ സർക്കാർ കൊടുക്കാനുണ്ട്. അതിൽ 40,000 കോടി രൂപയേറ്റ് വരും, DA DRO ഒക്കെ അടക്കം. അത് ഈ സർക്കാർ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഈ സർക്കാരിന് ഒറ്റയടിക്ക് അത് കൊടുക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇനിയുള്ള DA മുടക്കം കൂടാതെ കൊടുക്കും, അരിയറില്ലാതെ കൊടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചെറിയൊരു നിരാശ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ബഡ്ജറ്റിനെ ഞാൻ മൊത്തത്തിൽ വിലയിരുത്തുന്നത്, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിരുന്ന കുറിലോസ് തിരുമേനി, ഗ്രിഗേറിയോസ് മാർ കുറിലോസ് തിരുമേനി പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുന്നവരാണ് LDF. ഇടത്തോട്ട് സിഗ്നൽ ഇടും, എന്നിട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കും. വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കും. അത് ഇപ്പോൾ സതീശൻ അത് മാറ്റി വലത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. താൻ ചെയ്യാൻ പോകുന്നത് സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കും എന്ന് LDF പറഞ്ഞിരുന്നു. അതിനുവേണ്ടി കുറേ കലാപരിപാടികൾ നടത്തി, നിക്ഷേപ സംഗമങ്ങൾ നടത്തി, വിദേശ യാത്രകൾ നടത്തി, പുറത്തു വെച്ച് നടത്തി, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി മണിയടിച്ചു, അമേരിക്കയിൽ എന്താ പറയുക പാട്ടക്കസേരയിൽ ഇരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ട നിക്ഷേപ സംഗമം, നിക്ഷേപം കൊണ്ടുവരാനുള്ള വഴി. പക്ഷെ ഒരു ചുക്കും വന്നില്ല. തമിഴ്നാടിനെയോ കർണാടകത്തെയോ അല്ലെങ്കിൽ തെലങ്കാനയോ നോക്കുമ്പോൾ കാര്യമായി നിക്ഷേപമൊന്നും കേരളത്തിൽ വന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ ഗുരുതരമാണ് എന്ന് നമുക്കറിയാം. സർക്കാരിന്റെ മാത്രമല്ല, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ ധവളപത്രത്തിൽ കണ്ടു. അടുത്ത വർഷത്തെ ബജറ്റിൽ പദ്ധതി ചെലവുകൾക്കായി നീക്കിവെച്ച തുകയിൽ 20,500 കോടി രൂപ കുറവാണ് എന്ന് അന്ന് തന്നെ കണ്ടെത്തി. കിട്ടുമെന്ന് വിചാരിച്ച എന്തൊക്കെയോ ഗ്രാന്റ് കിട്ടുമെന്നൊരു ഉറപ്പില്ലാത്തതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് സതീശൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ആ 20,000 കോടി രൂപ ആദ്യം കണ്ടെത്തേണ്ടത്. കാരണം പദ്ധതി ചെലവുകൾക്ക് നീക്കി വെച്ച പൈസ കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു പ്രധാന പ്രശ്നമാണ്. രണ്ടാമത്, ഇപ്പോ ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള പദ്ധതികൾക്കൊക്കെ പൈസ വച്ചിട്ടുണ്ട്. പക്ഷെ കേരളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കേരളത്തിൽ. എന്താ പ്രതിസന്ധി? കേരളത്തിലേക്കുള്ള കഴിഞ്ഞ ഒരു 40-50 വർഷമായി കേരള എക്കോണമിയുടെ അടിത്തറ എന്ന് പറയുന്നത് മണി ഓർഡറാണ്. മണി ഓർഡർ നമ്മൾ പറഞ്ഞാൽ തമാശക്കാണ്. മണി ഓർഡർ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് വന്നിരുന്ന പണമാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്ന പണം. വലിയ തോതിൽ പണം ഇവിടെ വന്നു വീഴുന്നു. ആ പണം വേണ്ട രീതിയിലാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തായാലും അത് നമ്മുടെ നിർമ്മാണ മേഖലകളെ, വ്യാപാര മേഖലകളെ ഒക്കെ തന്നെ പ്രചോദിപ്പിച്ചു. ഒരു പളവളപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി. പണം ധാരാളം ഒഴുകി. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം. പക്ഷേ വലിയ തോതിൽ കേരളം സമ്പന്നമാണ് ഉണ്ടായി. അതിന് അടിസ്ഥാന വികസനം വേണം. അങ്ങനെ സമ്പന്നമാവുന്ന ഒരു സമൂഹത്തിൽ അടിസ്ഥാന വികസനം വേണം എന്ന അർത്ഥത്തിലൊക്കെയാണ് കിഫ്ബി പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നത്. പക്ഷെ സംഭവിച്ചത് എന്താ? കിഫ്ബി എന്ന് പറയുന്ന ഒരു വെള്ളാനിയായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട്. കാരണം കിഫ്ബി പണം കണ്ടെത്തിയിരുന്നത് നികുതി വരുമാനത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടുത്തെ വാഹന സെസ്സിൽ നിന്നും അതുപോലെയുള്ള സംഗതികളിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് കിഫ്ബി സ്വന്തമായി ഒരു വരുമാനവും കണ്ടെത്തിയില്ല. കുറെ കടം വാങ്ങി. ആ കടം സംസ്ഥാന സർക്കാരിന്റെ ഇതിൽ വന്നു. 1,00,000 കോടി രൂപയുടെ നിക്ഷേപം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും 38,000 കോടി രൂപയെ കിഫ്ബി ഇതുവരെ കൊടുത്തിട്ടുള്ളൂ ഇത്രയും കാലത്തിനിടയിൽ. അതുകൊണ്ട് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വലിയ വികസനം ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് ഇപ്പോൾ പണം വരുന്നില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ പണം പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് പോകുന്ന, വിദേശത്ത് പോകുന്ന ആളുകൾ. പഴയ പോലെയല്ല. അവരിപ്പോൾ യൂറോപ്പിലേക്കും അമേരിക്കൻ കോണ്ടിനെന്റിലേക്കും അതുപോലെ ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെയാണ്.
അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുണ്ട്. അവരിവിടുന്ന് പണം കൊണ്ടുപോവാണ്, അവരൊരിക്കലും പണം ഇങ്ങോട്ട് അയക്കുന്നില്ല. വളരെ കുറച്ച് ഇങ്ങോട്ട് അയക്കുള്ളൂ, അയക്കൽ വളരെ കുറവാണ് എന്ന് മാത്രമല്ല ഇവിടെ വിറ്റ് അങ്ങോട്ട് പോവാണ്. അപ്പോ അവര് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പോകുന്നവരാ, ഗൾഫിലെ പോലെയല്ല. ഗൾഫിലുള്ളവർ അവരുടെ പണം പരമാവധി ജോലി ചെയ്ത് ഇങ്ങോട്ട് വിടുമ്പോൾ ഇവരുടെ പരമാവധി പണം കൊണ്ട് അങ്ങോട്ട് പോകും. അതൊരു പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, കേരളത്തിലുള്ള അതിഥി തൊഴിലാളികൾ, നമ്മൾ പറയുന്ന ആളുകൾ, അവർ തന്നെ ലക്ഷക്കണക്കിന് 40 ലക്ഷത്തോളം വരുന്നു പറയുന്നു. അവർ തന്നെ മാസം നല്ലൊരു തുക പുറത്തേക്ക് അവരുടെ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ക്രഞ്ച് രൂപപ്പെട്ടിരിക്കുന്നു, ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വരുമാനത്തിലും കുറവുണ്ടാവാം. ഇപ്പൊ നമ്മുടെ സതീശൻ പറഞ്ഞിട്ടുള്ളത് GST വരുമാനത്തിൽ GSTയിലെ ചോർച്ച ഒഴിവാക്കി വരുമാനം കൂട്ടുമെന്നാണ്. അതൊക്കെ നമുക്ക് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്, വരാൻ പോകുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന വികസന സൗകര്യം വേണമെങ്കിൽ വിദേശ സ്വദേശി സ്വകാര്യ നിക്ഷേപം വരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും സർക്കാർ പറഞ്ഞു ഇടതുപക്ഷമാണ് ഞങ്ങൾ എന്നാണ് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു. സതീശൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ഇടതുപക്ഷമല്ല. നെഹ്റുവിയൻ എന്ന് പറയുമ്പോൾ പോലും പൊതുമേഖല കൊണ്ട് മാത്രം കേരളത്തിൽ വികസനം സാധ്യമല്ല എന്ന് കണ്ടെത്തുകയും അത് കൊണ്ടുവരാനുള്ള പദ്ധതികൾ, ആ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങളുണ്ട്, മുഴുവൻ വന്നിട്ടില്ല. ഇപ്പോൾ മിഷൻ സമുദ്ര പോലെയുള്ള പദ്ധതികൾ, റെയർ എർത്ത് കോറിഡോർ, ധാതു കോറിഡോർ തുടങ്ങിയ സംഗതിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികൾക്ക് വലിയ തോതിൽ വിദേശ നിക്ഷേപം വരും. അതുപോലെ ടൂറിസം മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ സ്വകാര്യ നിക്ഷേപം വരും. അതുവഴി കേരളം വികസിക്കും എന്നാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷ നമുക്കറിയാം ലിബറലൈസേഷന്റെ കാലത്തിന് ശേഷം എല്ലാ പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ CPM തോൽക്കാനുള്ള കാരണങ്ങളിലൊന്ന് നന്ദിഗ്രാമും സിംഗൂരുമാണ് എന്ന് നമുക്കറിയാം. ഇവിടെയും സതീശന്റെ ഒരു ലൈൻ അതാണ്. അതായത് എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഉള്ള ടൂറിസം പദ്ധതികൾക്ക് കൂടുതൽ ഇളവ് അനുവദിക്കും. അതിനേക്കാൾ കൂടുതൽ ഏറ്റവും എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ വിദേശ നിക്ഷേപം വരുമ്പോൾ എന്തൊക്കെ നിയമ ഭേദഗതികൾ, എന്തൊക്കെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ ഒക്കെ ഉണ്ടാവേണ്ടി വരും എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വകാര്യ നിക്ഷേപം എന്നത് ഇന്ന് ഇടതുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു കാര്യമാണ്. അത് തീർത്തും വലതുപക്ഷ ഒരു അജണ്ടയാണ്. അത് സതീശൻ നടപ്പാക്കും എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള പദ്ധതികൾ. ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള പദ്ധതികളിൽ ബസ് ചാർജിന് അതിന് പൈസ നീക്കി വെച്ചിട്ടുണ്ട്, 600 കോടി രൂപ എന്തോ, മതിയാവുമെന്ന് അറിയില്ല, എന്തായാലും അതിന് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, അത് ഈ പറഞ്ഞതുപോലെ ചിലർ പറഞ്ഞു 10 കോടിയെ വെച്ചിട്ടുള്ളൂ. 10 കോടി വെച്ചിട്ടുള്ളത് പദ്ധതി നടപ്പാക്കാനല്ല, അത് തീർച്ചയായും അതിന്റെ DPR ഉണ്ടാക്കാനാണ്. അത് വലിയൊരു പദ്ധതിയാണ്, 5 കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പായി വരണമെങ്കിൽ അതിന്റെ വളരെ വിശദമായ ചർച്ച വേണം. 60 ലക്ഷം കുടുംബത്തിന് ഇത് കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഏത് തരത്തിലുള്ളത് വേണം, ഒരുപാട് മുൻകരുതലുകൾ ആവശ്യമുള്ള ഒരു പദ്ധതിയാണത്. ഒറ്റയടിക്ക് ഒരു ഉത്തരവ് കൊണ്ട് നടപ്പാക്കാവുന്ന ഒരു പദ്ധതി അല്ല അത്. അത് നടപ്പാക്കാനുള്ള തുടക്കം ഇട്ടിട്ടുണ്ട് എന്നത് നല്ല കാര്യമാണ്. അതുപോലെ പെൻഷനിൽ പാവപ്പെട്ടവരുടെ പെൻഷനിൽ ഒരു വർധനവും വരുത്തിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു 3000 രൂപയാക്കും എന്നുള്ളത് അടുത്ത 5 വർഷത്തിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ തന്നെ 3000 രൂപ എന്ന് പ്രഖ്യാപിച്ച് 2021 2025 അവസാനം 2026 ആദ്യവും എന്ന രൂപത്തിലാണ് അവര് അത് 2500 ആക്കിയത്. എന്ന് പറഞ്ഞാൽ 500 രൂപ കൂട്ടിയത് തന്നെ ഈ അഞ്ചാമത്തെ വർഷമാണ്. അതുകൊണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കും, 3000-ലേക്ക് എത്തിക്കും, ഘട്ടം ഘട്ടമായിട്ടെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അതൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ അതുപോലെ മറ്റ് ഫണ്ടുകൾ നീക്കിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെയുള്ളത് സാധാരണ എല്ലാ ബജറ്റിലും വരുന്ന ചില പോപ്പുലിസ്റ്റ് സംഗതികളാണ്. അതിലൊന്ന് എനിക്ക് തോന്നിയത് കൊച്ചിയെ സിനിമ ഹബ്ബാക്കും എന്നുള്ള പ്രഖ്യാപനമാണ്. 100 കോടി രൂപ അതിന് നീക്കി വെച്ചിരിക്കുന്നു. എനിക്കറിയില്ല രാമോജി സിറ്റി പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേരളത്തിൽ അങ്ങനെ ഒരു സിനിമ ഹബ്ബ് ഉണ്ടാക്കാൻ കഴിയുമോ? ഏതായാലും സിനിമ കേരളത്തിൽ വളരെ പ്രധാനമാണ്. മാത്രമല്ല സിനിമയെ ഒരു വ്യവസായമായി അംഗീകരിക്കും എന്ന പ്രഖ്യാപനമുണ്ട്. അത് നല്ല കാര്യമാണ്, സിനിമയെ വേണം. അതുപോലെ ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് കൺസെഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ആശങ്ക ഉയർത്തിയ ഒരു വിഭാഗം സ്വകാര്യ ബസ് ആരാണ്. അത് ശരിയുമാണ് അവരുടെ ആശങ്ക. നമ്മൾ സ്വകാര്യ ബസ് എന്ന് പറയുമ്പോഴും അവർ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഓർക്കണം. പൊതുഗതാഗത സംവിധാനമാണ്. അതിന്റെ നിയമം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ടൈമിംഗ് കൊടുക്കുന്ന സർക്കാരാണ്, അതിന്റെ ചാർജ് നിശ്ചയിക്കുന്ന സർക്കാരാണ്. ഇതൊക്കെയാണ് അവരുടെ ടാക്സിൽ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അവർക്ക് ഇനിയും ഇളവ് കൊടുക്കണം എന്ന് പറയുന്ന അഭിപ്രായക്കാരൻ എനിക്കുള്ളത്. അവർക്ക് ഡീസൽ ഒരു നിശ്ചിത അളവിൽ ഡീസൽ അവർക്ക്
റെഡ്യൂസ്ഡ് റേറ്റിൽ കൊടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു ഡീസൽ അലവൻസ് എന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കാൻ കഴിയൂ. അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. കാരണം അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പബ്ലിക്കായി കൊണ്ടുപോകുന്ന ആളുകളാണ്. ബസ് ചാർജ് കൂട്ടി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം അവർക്ക് സൗജന്യം കൊടുത്ത് ബസ് ചാർജ് താഴ്ത്തി നിർത്താൻ കഴിയൂ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിന് മുമ്പിലുണ്ട്. ഏതായാലും സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല. ആ ഒരു മാസത്തിനകത്ത് കിട്ടാവുന്ന വിവരങ്ങൾ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി സതീശൻ മുൻപ് പറഞ്ഞതുപോലെ വലിയ തോതിൽ വരുമാന വർധനം ഉണ്ടാക്കാൻ കഴിയുകയും വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ വരികയും ചെയ്താൽ സർക്കാരിന്റെ ഖജനാവ് കുറെ കൂടി ശക്തമാവും. അപ്പോൾ ഈ പറഞ്ഞ സൗജന്യങ്ങൾ പലതും കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതിനെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ, പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അദാനിക്ക് കൊടുത്തു, അദാനിയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നു. എനിക്കറിയില്ല മിഷൻ സമുദ്രം എന്താണെന്ന്, അത് അദാനിയാണെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കേരളത്തിലെ 2 പ്രധാന തുറമുഖങ്ങൾ, ഒന്ന് കൊച്ചിയും ഒന്ന് വിഴിഞ്ഞവുമാണ്. ഇത് രണ്ടും ഇപ്പോൾ ഒന്ന് അദാനിയുടെ കീഴിലും ഒന്ന് ദുബായ് പോർട്ടിന്റെ കീഴിലുമാണ്. അപ്പൊ ഇനി വരുന്ന തുറമുഖങ്ങൾ ഇവർ ആരെങ്കിലും കീഴിൽ വരുമോ, യൂസഫ് അലി വരുമോ, അദാനി വരുമോ, അംബാനി വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കേരളത്തിന് തെക്ക് വടക്ക് ഒരു ജലഗതാഗത മാർഗം ഉണ്ടാവണം എന്നത് വളരെ പ്രധാനമാണ്. അതിന് പോർട്ടുകൾ ആവശ്യമാണ്. തീർച്ചയായും ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കും ഒക്കെ ഒരുപാട് ടാങ്കർ ലോറികൾ പോകുന്നുണ്ട്. ആ ടാങ്കർ ലോറികൾ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. അത് ജലമാർഗം പോയാൽ പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് സുരക്ഷിതമാണെന്നുള്ളത്, രണ്ടാമത് റോഡിലെ തിരക്ക് കുറയും, റോഡ് യാത്ര സുരക്ഷിതമാണ്. അപ്പൊ ടാങ്കർ ലോറികൾ അവിടെ പോകുന്നതിന് വരെ ഇതിലേ പോയാൽ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ലേറ്റ് ആവുന്നു വരും. എന്നാൽ പോലും അത് മൊത്തത്തിൽ നാടിന് ഗുണകരമാണ്. അത് കാർബൺ എമിഷൻ വളരെ കുറവാണ്, പരിസ്ഥിതി സൗഹൃദമാണ്. ആ അർത്ഥത്തിൽ ഒരു ജലഗതാഗത മാർഗം ഉണ്ടാക്കുകയാണെങ്കിൽ അതിപ്പോ തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും കൊച്ചിയും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പൊന്നാനിയും ബേപ്പൂരും അഴീക്കലും അടക്കം ഒരു തുറമുഖ ശൃംഖല ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഈ തോതിൽ വലിയ തോതിൽ കോർപ്പറേറ്റ് വൽക്കരിക്കുകയും ജനങ്ങൾക്ക് അടുക്കാൻ കഴിയാത്തതാവുകയും ചെയ്യുമോ എന്നുള്ള പ്രശ്നമുണ്ട്. വിഴിഞ്ഞത്തിന് റോഡും റെയിൽ പദ്ധതി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തു കൊടുക്കൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. വിഴിഞ്ഞം പദ്ധതി എന്തായാലും പകുതി നടപ്പാക്കി കഴിഞ്ഞതുകൊണ്ട് റോഡും റെയിൽ സൗകര്യം കൊടുക്കൽ സർക്കാരിന്റെ ബാധ്യതയാണ്. അത് കൊടുത്തേ പറ്റും. പിന്നൊന്നുള്ളത്, ഏറ്റവും സംശയാസ്പദമായി വരാവുന്ന ഒരു കാര്യം ഈ റെയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്നതാണ്. മിനറൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയും എറണാകുളം മുതൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ചേർത്ത് ഇവിടെയുള്ള ധാതുമണലാണ് ഇവിടെയുള്ള ആകെ റെയർ എർത്ത് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമുണ്ട്. തീർച്ചയായും ആ സ്വകാര്യവൽക്കരണത്തിന് കേരളത്തിൽ എല്ലാവരും എതിരാണ്, വലിയ തോതിൽ എതിർപ്പുണ്ടായതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന EDയുടെ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനമായി വരുന്ന വാദങ്ങളിൽ ഒന്ന്, തോട്ടപ്പള്ളിയിൽ ഒരു നിയമവും പാലിക്കാതെ ഖനനം ചെയ്ത് കരിമണൽ കർത്താവിന് കരിമണൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിയമം ലംഘിച്ച് കരിമണൽ കർത്താവോ അല്ലെങ്കിൽ വേറെ BBR എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കമ്പനിയൊക്കെ കൊണ്ടുപോകുന്നുവെങ്കിൽ അത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ല വേണ്ടത്, നിയമപരമായി ഒരു ചെയ്യട്ടെ. നിയമപരമായി ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത്, കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് ഖനനം പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സ്വകാര്യ മേഖല അവരുടെ ഇഷ്ടപ്രകാരം കരിമണൽ ഖനനം നടത്തുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖല എതിരായ ഒരാളല്ല ഞാൻ ഇന്നത്തെ കാലത്ത്. പക്ഷേ കേരളത്തിന്റെ ധാതു സമ്പത്ത് അങ്ങനെ കൊള്ളയടിക്കുന്നത് ആരായാലും നിർത്തണം. ബജറ്റിനൊരു വിഷനുണ്ട്, അതൊക്കെ സമ്മതിച്ചു. ആ വിഷൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് കുറെ കൂടി കൃത്യമായൊരു വിഷനാവും. ആ വിഷൻ കേരളത്തെ മുമ്പോട്ട് നയിക്കട്ടെ. തലമുറയുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയാണ് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ വന്നിരിക്കുക. CPM അത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ആ പുതിയ തലമുറ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ VD സതീശൻ എത്രത്തോളം പോകാൻ കഴിയുമെന്ന് വരും കാലമാണ് തെളിയിക്കേണ്ടത്.